ओम शांति। बाबा ने हम सब ब्राह्मणों की उन्नति के लिए ये बहुत अच्छी युक्ति ड्रामा में फाइनल किया है कि बीच बीच में योग तपस्या करते हुए वायुमंडल को भी पावरफुल करना और हमारी स्थिति को भी पावरफुल करना। ഓം ശാന്തി. ബാബ നമുക്ക് ഈ ഡ്രാമയിൽ നല്ലൊരു യുക്തി കണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ബട്ടി ഇടയ്ക്കിടയ്ക്ക് ബട്ടി ചെയ്ത് നമ്മളെയും പവർഫുള്ളാക്കുക, അന്തരീക്ഷവും പവർഫുള്ളാക്കുക. विशेष जो सब्जेक्ट रखा है रिटर्न जर्नी, വിശേഷമായുള്ള നമ്മുടെ വിഷയം റിട്ടേൺ ജേണി. तो रिटर्न जर्नी में किस बात का ध्यान रखना है? റിട്ടേൺ ജേണിയിൽ ഏത് കാര്യത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? बाबा भी कई बार हम बच्चों को मुरली में ये बात कह चुके हैं कि बच्चे एवर रेडी रहना है. ബാബ മുരളിയിൽ പല പ്രാവശ്യം നമ്മളോട് പറഞ്ഞു, കുട്ടികളെ എവർ റെഡി ആയിരിക്കണം. कभी भी ऊपर से बुलावा आए और उस वक्त हम कहे ये रह गया है, ये करना है, नहीं, एवर रेडी. क्योंकि ये भी बाबा ने हम बच्चों को कहा है कि बच्चे ड्रामा में अचानक का ही पार्ट चलता रहेगा. एक सेकंड पहले भी बाबा नहीं बताएगा कि कब जाना है. ഇത് എപ്പോൾ വേണമെങ്കിലും മുകളിൽ നിന്ന് നമുക്ക് വിളി വരാം. വിളി വന്നാൽ നമ്മൾ പറയരുത് അത് ശേഷിച്ചു ഇത് ചെയ്യാനുണ്ട് എന്ന്. അല്ല, നമ്മൾ എവർ റെഡി ആയിരിക്കണം. ഡ്രാമയിൽ ബാബ പറഞ്ഞിട്ടുണ്ട്, അചാനക് പെട്ടെന്ന് ഒരു സെക്കൻഡിന് മുന്നേ പോലും നമ്മൾ അറിയില്ല, ആ സമയത്താണ്. അപ്പോൾ പെട്ടെന്ന് എന്ന കാര്യത്തിൽ നമ്മൾ തയ്യാറായിരിക്കണം. तो इसीलिए जब जाना ही है तो एवर रेडी किसको कहेंगे? അതുകൊണ്ട് നമുക്ക് പോയേ പറ്റൂ. അപ്പോൾ എവർ റെഡി എന്ന് ആരെയാണ് പറയാ? वैसे तो यहाँ पूछा जाए कि एवर रेडी हो तो सब हाथ खड़ा कर देंगे. कौन नहीं जाना चाहता है? ഇവിടെ അഥവാ ചോദിക്കുകയാണ് എവർ റെഡി ആണോ എന്ന് ചോദിച്ചാൽ എല്ലാവരും കൈ ഉയർത്തും. കാരണം ആരാ പോവാൻ ആഗ്രഹിക്കാത്തത്? परंतु जाने के लिए क्या तैयारी होनी चाहिए? പക്ഷേ പോകാൻ വേണ്ടി എന്ത് തയ്യാറെടുപ്പാണ് നമ്മൾ ചെയ്യേണ്ടത്? जैसे मान लो कि अगर पूछा जाए मधुबन चलेंगे तो हर कोई हाथ उठा देंगे, हाँ चलेंगे. लेकिन मधुबन जाने के लिए अगर टिकट के भाड़े का भी पैसा इतना भी जमा न हो तो कैसे मधुबन पहुँचेंगे? നിങ്ങളോട് ചോദിക്കുകയാണ് മധുബൻ പോകാൻ റെഡിയാണോ എന്ന് ചോദിച്ചാൽ എല്ലാവരും റെഡിയാണെന്ന് പറയും. പക്ഷേ മധുബൻ പോകണമെങ്കിലും ടിക്കറ്റിന് എത്ര പൈസ വേണോ അത്ര പൈസ സംഭരിച്ചില്ലെങ്കിൽ നമ്മൾ എങ്ങനെ പോകും? ठीक इसी तरह रिटर्न जर्नी पर कौन नहीं जाना चाहता है? क्योंकि इस दुनिया से तंग हो ही चुके हैं, है ना. बहुत पेपर देते रहे हैं, इसलिए हर कोई को लगता है बस अभी तो एडवांस पार्टी में जाए, है ना. तो कौन नहीं जाना चाहता है? लेकिन जाने के लिए सबसे पहली बात, जमा का खाता मेरा कितना तैयार है. അതുപോലെ തന്നെ റിട്ടേൺ ജേണി തിരിച്ചു പോകാൻ ആരാ ആഗ്രഹിക്കാത്തത്? കാരണം ഈ ലോകം നമുക്ക് അത്രയും മടുത്തുപോയി, എത്രയും വേഗം തിരിച്ചു പോയാൽ മതി എന്നുണ്ട്. പക്ഷേ തിരിച്ചു പോകാനായിട്ട് സമ്പാദ്യത്തിൻ്റെ കണക്ക് എത്ര വേണം, അത് അത്ര നമ്മുടെ കയ്യിലുണ്ടോ, എത്രയായിട്ടുണ്ട്? यहाँ से जाएंगे लेकिन इतना भी जमा नहीं है हमारे पास, तो एडवांस पार्टी में भी बाबा कहाँ प्लेस करेगा हमें, या नई दुनिया में भी कहाँ प्लेसिंग होगी हमारी?
ഇവിടെ നിന്ന് നമ്മൾ പോകുകയാണ്. പോകുന്ന സമയത്ത് നമ്മുടെ സമ്പാദ്യം എത്രയുണ്ട്? സമ്പാദ്യം കുറവാണ് എങ്കിൽ പുതിയ ലോകത്ത് നമുക്ക് എവിടെയാണ് ബാബ അപ്പോയിൻമെൻറ്റ് തരിക? അല്ലെങ്കിൽ അഡ്വാൻസ് പാർട്ടിയിലാണെങ്കിലും അവിടെയും നമുക്ക് എവിടെയാണ് ബാബ നമ്മളെ അപ്പോയിൻമെൻറ്റ് തരിക? है ना, एडवांस पार्टी में भी जाएंगे तो वहाँ भी पुरुषार्थ तो नहीं होगा, क्योंकि बच्चा होगा तो पुरुषार्थ क्या करेगा। लेकिन इसीलिए कितना टाइम वेस्ट जाएगा। तभी तो बाबा कहते हैं यहीं संगम युग में इसी शरीर द्वारा जितना पुरुषार्थ कर सको उतना कर लो। അഡ്വാൻസ് പാർട്ടിയിൽ പോയാലും നമുക്ക് പുരുഷാർത്ഥം ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ എന്താ പുരുഷാർത്ഥം ചെയ്യാൻ പറ്റുക? സമയം വേസ്റ്റ് ആകും. അതുകൊണ്ട് ഈ സമയത്തിൽ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഇവിടെയാണ് നമുക്ക് എത്ര വേണോ അത്രേ സമ്പാദ്യം സംഭരിക്കാൻ പറ്റും. तो रिटर्न जर्नी पर जाने के लिए 3 खाते जमा होना बहुत ज़रूरी है. അതുകൊണ്ട് റിട്ടേൺ ജേണിയിൽ പോകാൻ 3 കണക്കുകൾ സംഭരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. सबसे पहला खाता स्वपुरुषार्थ द्वारा प्रारब्ध का खाता जमा होना चाहिए. ഒന്നാമത്തെ കണക്ക് സ്വപുരുഷാർത്ഥത്തിലൂടെ ഭാഗ്യത്തിൻ്റെ കണക്കിന് നമ്മൾ സംഭരിച്ചിട്ടുണ്ടായിരിക്കണം. दूसरा खाता अनेक आत्माओं को सुख देते हुए दुआओं का खाता जमा करना. രണ്ടാമത്തെ കണക്ക് അനേക ആത്മാക്കൾക്ക് സുഖം നൽകിക്കൊണ്ട് ആശീർവാദത്തിൻ്റെ കണക്ക് സംഭരിക്കണം. और तीसरा खाता मनसा वाचा कर्मणा सेवा करते हुए पुण्य का खाता जमा होना चाहिए. മൂന്നാമത്തെ കണക്ക് മനസ്സ വാച കർമ്മണ പുണ്യം ചെയ്തുകൊണ്ട് സേവ ചെയ്തുകൊണ്ട് പുണ്യത്തിൻ്റെ കണക്കിനെ സംഭരിക്കണം. तो ये 3 खाते हमारे भरपूर होने चाहिए. ഈ 3 കണക്കും നമ്മുടെ സമ്പന്നമായിരിക്കണം. स्वपुरुषार्थ द्वारा प्रारब्ध का खाता जमा कैसे हो सकता है? तो पहली बात, श्रीमत पर कितना एक्यूरेट चल रहे हैं, ये स्वपुरुषार्थ है. സ്വപുരുഷാർത്ഥത്തിലൂടെ സമ്പാദ്യത്തിൻ്റെ കണക്ക് സംഭരിക്കുക. അതിലേക്ക് ആദ്യത്തെ കാര്യം ശ്രീമതത്തിലൂടെ നമ്മൾ എത്രത്തോളം കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതാണ് സ്വപുരുഷാർത്ഥത്തിൻ്റെ സമ്പാദ്യം. अमृत वेले से लेकर रात्रि तक हर दिनचर्या के लिए बाबा ने जो श्रीमत दी है, वो श्रीमत कहीं गफलत तो नहीं हो रही है. അമൃതവേള മുതൽ രാത്രി വരെ ഓരോ കാര്യത്തിലും ബാബ നമുക്ക് എന്ത് ശ്രീമതം തന്നിട്ടുണ്ട്, ആ ശ്രീമതത്തിലൊന്നും നമ്മൾ അലസത കാണിക്കുന്നില്ലല്ലോ, തെറ്റിക്കുന്നില്ലല്ലോ. तो इसीलिए ये स्वपुरुषार्थ, जहाँ मेरा अपना पुरुषार्थ है, तो श्रीमत पर कदम चलते हुए जब हम चलते हैं जीवन के अंदर, तो उतना हमारा प्रारब्ध जमा होता है. അതുകൊണ്ട് ഇതിനു വേണ്ടി നമ്മുടെ സ്വന്തം പുരുഷാർത്ഥം ശ്രീമതത്തിൽ ഓരോ കാലടിയിലും കാലടി വെച്ച് ശ്രീമതപ്രകാരം നടക്കുമ്പോൾ നമ്മുടെ സ്വന്തം പുരുഷാർത്ഥത്തിൻ്റെ ഭാഗ്യം സംഭരിക്കപ്പെടും. ये प्रारब्ध का खाता कहाँ काम आएगा हमें? तो प्रारब्ध का खाता जो है सतयुग और त्रेता युग के जो 20 बर्स है, उस 20 बर्स की क्वालिटी को फाइनल करेगा. ഈ ഭാഗ്യത്തിൻ്റെ കണക്ക് എവിടെയാണ് നമുക്ക് ഉപയോഗം വരിക? സത്യയുഗ ത്രേതായുഗത്തിൻ്റെ 20 ജന്മങ്ങളിൽ ആ 20 ജന്മങ്ങളുടെ ജന്മമെടുക്കുന്നതിൻ്റെ ക്വാളിറ്റി നമ്മുടെ ഈ ഭാഗ്യത്തിൻ്റെ കണക്കിൻ്റെ ആധാരത്തിലായിരിക്കും. हर जन्म की क्वालिटी हमारी क्या होगी? दास दासी की होंगी. मना बाबा जैसे कुछ दिन पहले ही साकार मुरली में कहा, राजधानी बन रही है. और सतयुग में तो जाएंगे, लेकिन राजधानी में तो हर प्रकार के पद होते हैं. तो मुझे अगर अपना पद श्रेष्ठ होना चाहिए हर जन्म में, तो उसके लिए स्वपुरुषार्थ ऐसा हो जो हमारा प्रारब्ध का हर जन्म उस क्वालिटी का हो. कोई भी जन्म दास दासी या एकदम हल्का वाला नहीं होना चाहिए.
നമ്മുടെ കർമ്മത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ കണക്കനുസരിച്ചാണ് സത്യയുഗ ത്രേതായുഗത്തിലെ ഓരോ ജന്മത്തിലും നമ്മുടെ ക്വാളിറ്റി പാർട്ട് എങ്ങനെയാണെന്ന് നിശ്ചയിക്കപ്പെടുന്നത്. അതിൽ ബാബ 2 ദിവസം മുന്നിലത്തെ മുരളിയിൽ നമ്മോട് പറഞ്ഞു ബാബ രാജധാനിയാണ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പം നമ്മുടെ ഓരോ ജന്മവും ദാസദാസി പോലുള്ള സാധാരണ പദവി ഇല്ലാതെ ഉയർന്ന പദവിയിലേക്ക് നിശ്ചയിക്കപ്പെടാൻ വേണ്ടി ഇപ്പോൾ ചെയ്യുന്ന ഭാഗ്യത്തിൻ്റെ ആധാരത്തിലാണ് ഓരോ ജന്മത്തിൻ്റെയും ആ ഉയർന്ന പദവി നിശ്ചയിക്കപ്പെടുന്നത്. तो सबसे पहला तो श्रीमत, दूसरा है कि संकल्प और कर्म की समानता हो. അപ്പോൾ ഒന്നാമത്തതാണ് ശ്രീമതം, രണ്ടാമത്തത് സങ്കല്പത്തിൻ്റെയും കർമ്മത്തിൻ്റെയും സമാനത. कई बार हम संकल्प बहुत अच्छे अच्छे करते हैं कि ठीक है आज से हम प्रतिज्ञा करते, जैसे कल बाबा की मुरली प्रतिज्ञा के ऊपर चली, तो हम प्रतिज्ञा करते हैं कि आज से हम ये पुरुषार्थ करेंगे. संकल्प बहुत अच्छा है, लेकिन कर्म में ढीलापन आ जाता है तो वो प्रतिज्ञा लूज हो जाती है और धीरे धीरे चलते चलते विस्मृत हो जाती है. तो संकल्प बहुत अच्छा किया, लेकिन संकल्प अच्छा होने के बावजूद भी कर्मणा में ढीलापन है तो वो प्रारब्ध जमा नहीं करता है. പല പ്രാവശ്യവും നമ്മൾ നല്ല നല്ല സങ്കല്പങ്ങൾ ചെയ്യും, കർമ്മം ചെയ്യേണ്ട സമയമാകുമ്പോൾ പതുക്കെ 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 ലൂസാവും. ഇന്നലത്തെ മുരളി ഉണ്ടായിരുന്നല്ലോ, പ്രതിജ്ഞയുടെ ആധാരത്തിലാണ് ഭാഗ്യം ഉണ്ടാവുന്നതെന്ന്. അപ്പോൾ നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും വളരെ നല്ല പ്രതിജ്ഞ ചെയ്യും, പിന്നെ പതുക്കെ 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 അത് ലൂസായി അതിൽ നിന്ന് പ്രതിജ്ഞ നമ്മൾ മറന്നേ പോകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യുന്ന ആ കർമ്മം സങ്കല്പം ഒന്നായിക്കൊണ്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആധാരത്തിലാണ് നമ്മുടെ ഭാഗ്യം നിർണ്ണയിക്കപ്പെടുന്നത്. जैसे कोई व्यक्ति संकल्प कर लेता है और संकल्प को देखकर बाबा भी खुश हो जाता है, वाह बच्चे इतना अच्छा संकल्प किया है, अगर ये संकल्प पर तुम चलोगे तो जरूर नंबर 1 में जाओगे. लेकिन प्रैक्टिकल कर्मणा में हम कर नहीं सके, तो संकल्प अच्छा होने के बाद भी प्रैक्टिकल कर्म में नहीं है तो वो खाता जमा नहीं होता है. പല പ്രാവശ്യം കുട്ടികൾ സങ്കല്പം ചെയ്യുന്ന സമയത്ത് നമ്മുടെ സങ്കല്പം കാണുമ്പോൾ ബാബ പറയും ആ കുട്ടി നീ 1-ാം നമ്പറിൽ തന്നെ എത്തിച്ചേരും. പക്ഷേ എന്താണോ സങ്കല്പിച്ചത് അത് അതേപോലെ കർമ്മത്തിൽ വരാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടായി വരും, നമ്മൾ ബുദ്ധിമുട്ടായി ചെയ്യില്ല. പക്ഷെ എന്താണോ സങ്കല്പിച്ചത് അത് കർമ്മത്തിൽ വന്നില്ല എങ്കിൽ നമുക്കൊരിക്കലും അത് ഭാഗ്യത്തിൻ്റെ കണക്കിൽ സംഭരിക്കപ്പെടില്ല. जैसे किसी ने संकल्प किया इतना दान करेंगे, ठीक है, लेकिन बाद में दान किया नहीं तो जमा थोड़ी हुआ है ना. ഉദാഹരണം പറയാണ്, ഒരാൾ സങ്കല്പിച്ചു ഞാൻ ഇത്രയ്ക്ക് ദാനം ചെയ്യാൻ പോവാണ്, പക്ഷെ ദാനം ചെയ്തേ ഇല്ല, അപ്പം സംഭരിക്കപ്പെട്ടു. तो इसीलिए संकल्प और कर्म में समानता ये हमारे प्रारब्ध के खाते को जमा करता है. അതുകൊണ്ട് സങ്കല്പത്തിൻ്റെയും കർമ്മത്തിൻ്റെയും രണ്ടും തമ്മിൽ സമമായിരിക്കണം, ഒരുപോലെ ആയിരിക്കണം. അതാണ് നമ്മുടെ ഭാഗ്യത്തിൻ്റെ കണക്കിലേക്ക് സംഭരിക്കപ്പെടുന്നത്. इसलिए प्रारब्ध का खाता जितना हमारा जमा होगा तो ये 20 जन्म तक हमें उस प्रारब्ध के खाते से खाना है या चलाना है अपने आप को, तो कितना श्रेष्ठ कर्म हमारा होना चाहिए. ഇപ്പോൾ എന്താണോ സമ്പാദ്യത്തിൻ്റെ കണക്ക് നമ്മൾ സംഭരിക്കുന്നത് അതിൻ്റെ ആധാരത്തിൽ 20 ജന്മം നമുക്ക് അനുഭവിക്കണം. അപ്പോൾ നമ്മുടെ ഈ സമയത്തെ സമ്പാദ്യത്തിൻ്റെ കണക്ക് എത്ര ശ്രേഷ്ഠമായിരിക്കണം. जैसे एक व्यक्ति बैंक बैलेंस जमा करता जाता है और फिर जब रिटायर होता है तो वही बैंक बैलेंस उसके पास इतना ज़्यादा है, वो जानता है कि मैं खुले दिल से भी अगर खाऊंगा तो भी मैं लाविशली जी सकता हूँ. ഒരു വ്യക്തി ജീവിതത്തിൽ ബാങ്ക് ബാലൻസ് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം റിട്ടയർ ആവുന്ന സമയത്ത് അത്രയ്ക്ക് വലിയ ബാങ്ക് ബാലൻസ് ആവും. അയാൾക്കറിയാം ഞാൻ എത്ര സ്വതന്ത്രമായി ചിലവഴിക്കും, ലാവിഷായി ചിലവഴിച്ചാലും എനിക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ളത് ഉണ്ട്. लेकिन अगर उसके पास बैंक बैलेंस ही नहीं है तो कैसी जीवन की क्वालिटी हो जाएगी. പക്ഷേ അവരുടെ കയ്യിൽ ബാങ്ക് ബാലൻസേ ഇല്ല എങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെയാകും?
तो इसी तरह सतयुग त्रेता के 20 जन्म को चलाना हो तो कितना बैंक बैलेंस जमा होना चाहिए। അതുപോലെ സത്യയുഗ ത്രേതായുഗത്തിൻ്റെ 20 ജന്മം നടത്തണം. അപ്പോൾ നമുക്ക് എത്രത്തോളം വലിയ ബാങ്ക് ബാലൻസ് സംഭരിക്കേണ്ടതുണ്ട്. तीसरी बात कि कर्मों की गुह्य गति को समझते हुए वर्तमान समय में हमारा हर कर्म बहुत श्रेष्ठ और आत्म उन्नति का होना चाहिए. മൂന്നാമത്തെ കാര്യം കർമ്മത്തിൻ്റെ ആ ഒരു ഗഹനഗതി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഓരോ കർമ്മവും വളരെ ശ്രേഷ്ഠമായിരിക്കണം. तो इसीलिए श्रेष्ठ कर्म करने के लिए क्या होना चाहिए? बातें तो बहुत आएंगी, श्रेष्ठ कर्म हर कोई करना चाहता है, लेकिन मजबूरी कहाँ आती है? ये बात आ गई, ये परिस्थिति आ गई, ये समस्या आ गई, इसलिए नहीं कर सके. योग करना चाहते थे, जमा करना चाहते थे, लेकिन तो बट जहाँ आया क्या करे, मजबूरी हो गई, नहीं कर सके, ये परिस्थिति ऐसी थी, क्या करे. और वो परिस्थिति हिलाने वाली होती है, जो हमें अंदर से हिला देती है. तो जमा नहीं हो रहा है ना, जमा करना तो चाहते थे लेकिन नहीं हुआ. तो उस समय स्वपुरुषार्थ में क्या अप्लाई करें? फुल स्टॉप, बिंदी. तो जिसको 3 बिंदी लगाना आता है, बातें 1000 आएंगी, लेकिन वेस्ट थॉट्स जितने चलाते हैं उतना लीकेज हो रहा है, लीकेज होता है. तो इसीलिए 3 बिंदी लगा दो और लीकेज को बंद करो. लीकेज नहीं होना चाहिए. ശ്രേഷ്ഠ കർമ്മം ചെയ്യാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു, ചെയ്യാൻ പ്ലാൻ ചെയ്തു. പക്ഷേ ചില സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നു. സിറ്റുവേഷൻസ് അങ്ങനെയായി, കാര്യങ്ങൾ വന്നു, പ്രശ്നങ്ങളായി, ചുറ്റുപാടുകളായി. ആ പ്രത്യേകമാകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട പ്രത്യേക പുരുഷാർത്ഥാണ് നമുക്കൊരു 3 ബിന്ദു ഇടാൻ സാധിക്കണം. ആ 3 ബിന്ദു ഇട്ടാണെങ്കിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് സാധിക്കും. क्योंकि बाबा कहते हैं कई बार बच्चे जमा तो करते हैं, लेकिन होता क्या है कि इतना ही व्यर्थ और नेगेटिव संकल्प जो चलते हैं, तो वो जो जमा किया हुआ वो छेद हो जाता है, वो सारा लीकेज हो जाता है. കാരണം ബാബ എപ്പോഴും പറയാറുണ്ട്, കുട്ടികൾ ഒരുപാട് സമ്പാദിക്കുന്നുണ്ട്, പക്ഷെ ചില സമയത്ത് അവരുടെ ഉള്ളിലുണ്ടാകുന്ന നെഗറ്റീവും വേസ്റ്റും ആകുന്ന സങ്കല്പങ്ങൾ ഓട്ടയാക്കിയിട്ട് ആ ഓട്ടയിലൂടെ നമ്മൾ സംഭരിച്ച സമ്പാദ്യമൊക്കെ ചോർന്നു പോകുകയാണ്. इसीलिए फुल स्टॉप जिसको लगाना आता है, बिंदी लगाना आता है, वो अपने स्वपुरुषार्थ के प्रारब्ध के खाते को लीकेज नहीं होने देता है. അതുകൊണ്ട് ആർക്കാണോ ബിന്ദു ഇടാൻ അറിയുന്നത്, ബിന്ദു ഇടാൻ സാധിക്കുന്നത്, അവർക്ക് സ്വന്തം പുരുഷാർത്ഥത്തിൻ്റെ കണക്കിനെ അതിൻ്റെ ചോർച്ചയിൽ നിന്നും രക്ഷിക്കാനായിട്ട് സാധിക്കും. अच्छा, बिंदु कैसे लगाएंगे? कोई चीज़ तो नहीं उठा करके लगा दिया बिंदु, बस बंद हो गया. എങ്ങനെയാ ബിന്ദു ഇടുക? ഒരു സാധനമൊന്നല്ലോ എടുത്തിട്ട് ആ ബിന്ദു ഇട്ടു, ബിന്ദു ആയി എന്ന് പറയാൻ പറ്റില്ലല്ലോ. संकल्प है ना, सूक्ष्म है, वो तो न चाहते हुए भी चलेगा, परिस्थिति ऐसी आई है, तो वहां बिंदु कैसे लगाना चाहिए? സങ്കല്പാണല്ലോ, അതിസൂക്ഷ്മമാണല്ലോ, അത് ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും അത് നടന്നുകൊണ്ടേയിരിക്കും. അപ്പം അവിടെ എങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇടണം? कैसे लगाएंगे बिंदु? എങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇടുക? क्या करेंगे? ज्ञान के आधार से क्या सोचेंगे? व्यर्थ संकल्प चल रहा है, परिस्थिति ऐसी आई है, व्यर्थ संकल्प चल रहा है. उस समय बिंदु लगाने के लिए ज्ञान की कौन सी बातें याद करेंगे? പരിസ്ഥിതി അങ്ങനെ വന്നിരിക്കുകയാണ്, വ്യർത്ഥസങ്കല്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഫുൾ സ്റ്റോപ്പ് ഇടാൻ ജ്ഞാനത്തിൻ്റെ എന്ത് പോയിന്റ് എങ്ങനെ ചിന്തിക്കണം? जो एकदम स्टॉप हो जाए, व्यर्थ संकल्प स्टॉप हो जाए. फुल स्टॉप लगाना मतलब हर बात में कल्याण है, पॉजिटिव. उसको फुल स्टॉप लगाना माना संकल्पों को डायरेक्शन दे देना. और डायरेक्शन किस तरफ देना? संकल्प तो चलेंगे
बंद नहीं कर सकते हैं, लेकिन उसको मोड़ दो। मोड़ देने से एक दिशा दे दो, उस दिशा में सोचना चालू करो कि जो हुआ उसमें कल्याण ही है। अगर ये परिस्थिति आई है, बाहर का स्वरूप कितना भी अकल्याण का दिखाई देता है, लेकिन उस समय सोचो इसमें भी कोई कल्याण अवश्य है। जैसे ही ड्रामा का ये पर्दा खुलेगा, कल्याण नजर आएगा। ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ള പോയിന്റ് എന്താണ്? ഇതിൽ എന്തെന്നെ നടക്കുന്നോ അതിൽ മംഗളം നിറഞ്ഞിരിക്കുന്നുണ്ട്. കാരണം സങ്കല്പം എന്തായാലും വരും, സങ്കല്പത്തെ വരാതിരിക്കാൻ പറ്റില്ല. സങ്കല്പത്തിൻ്റെ ഗതി തിരിച്ചു വിടണം. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സങ്കല്പിക്കണം, ഈ ഡ്രാമയിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണോ അത് വളരെ നല്ലതാണ്, നന്മ നിറഞ്ഞിരിക്കുന്നുണ്ട്. ഡ്രാമയുടെ കർട്ടൻ നീങ്ങുന്ന സമയത്ത് അതിൽ ഒളിഞ്ഞിരിക്കുന്ന നന്മ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. है ना? तो ब्राह्मणों के लिए बाबा ने जैसे कहा है, समय कल्याणकारी है, ड्रामा कल्याणकारी है, ब्रह्मा माँ कल्याणकारी है, शिव बाबा कल्याणकारी है, तो हमारा अकल्याण करने की हिम्मत या ताकत किसकी है? ബ്രാഹ്മണരെ കുറിച്ച് ബാബ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സമയം മംഗളകാരിയാണ്, ഡ്രാമ മംഗളകാരിയാണ്, ബ്രഹ്മ അമ്മ മംഗളകാരിയാണ്, ശിവബാബ അച്ഛൻ മംഗളകാരിയാണ്. അപ്പം നമുക്ക് മംഗളമല്ലാത്തൊരു കാര്യം ചെയ്യാൻ ആർക്കാ ധൈര്യമുള്ളത്? तो ये परिस्थिति आई है, कुछ सिखाने के लिए आई है, कुछ देने के लिए आई है। हाँ, क्या देंगी? अनुभव का खजाना देंगी, अनुभवी बनाएंगी. അപ്പം ഈ പരിതസ്ഥിതി വന്നിരിക്കുന്നത് നമുക്ക് എന്ത് തരാൻ വേണ്ടിയാണ്? നമുക്ക് സമ്പത്ത് തരാൻ വേണ്ടിയിരിക്കുകയാണ്. എന്ത് സമ്പത്താണ് നൽകുന്നത്? അനുഭവത്തിൻ്റെ സമ്പത്ത് നമുക്ക് തരാൻ വേണ്ടി വന്നിരിക്കുകയാണ്. तो जब ये महसूस करना शुरू करेंगे कि ये परिस्थिति मुझे क्या अनुभव का खजाना या क्या सीख देने आई है, तो फिर हमारा व्यर्थ संकल्प बंद हो जाएगा और फिर हम उस प्राप्ति की ओर देखना आरंभ करेंगे. ഈ പരിസ്ഥിതി നമുക്ക് എന്ത് അനുഭവമാണ് നൽകാൻ വന്നിരിക്കുന്നത്, എന്ത് സമ്പത്താണ് നൽകാൻ വന്നിരിക്കുന്നത് എന്നൊരു ചിന്ത നമ്മളിൽ ഉദിച്ചാൽ അതിനെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും, അതിനെ കാണാൻ തുടങ്ങും. അതോടുകൂടി ആ സിറ്റുവേഷൻ ചേഞ്ച് ആവും. क्योंकि बाबा ने हम बच्चों को कहा है, बच्चे अंत तक पेपर तो आने ही है, अंत तक परिस्थितियां आनी है. अगर मैंने अभी से ये आदत ये डेवलप नहीं किया कि हर बात में कल्याण को मैं देखूं, तो परिस्थिति मुझे हिम्मतहीन कर देंगी, मेरा उमंग उत्साह खत्म कर देंगी और नेगेटिविटी का शिकार होकर के हम डिप्रेशन में जाएंगे. അപ്പോൾ ബാബ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ഡ്രാമയുടെ അവസാനം വരെ പരീക്ഷ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം, അന്തിമം വരെ പരീക്ഷ എഴുതിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ഇപ്പോഴേ നമ്മളിത് പ്രാക്ടീസ് ചെയ്തില്ല എങ്കിൽ നമ്മൾ തോറ്റു പോകുന്ന സമയത്ത് നമ്മുടെ ശക്തി ഇല്ലാതാകും, ധൈര്യം ഇല്ലാതാകും, ശക്തി ചോർന്നു പോകും. तो इसीलिए स्वपुरुषार्थ उसी का नाम है कि जहाँ मैं अपनी एनर्जी को मनसा एनर्जी को भी जरा भी वेस्टेज के खाते में न जाने दूं. जितना ये स्वपुरुषार्थ हमारा अच्छा होगा, है ना, पॉजिटिव होगा, सकारात्मक होगा, उतना प्रारब्ध का खाता हमारा जमा होगा. അതുകൊണ്ട് സ്വപുരുഷാർത്ഥത്തിലൂടെയാണ് നമ്മൾ ആ സ്വപുരുഷാർത്ഥത്തിൻ്റെ സമ്പാദ്യം അത് കുറയാതിരിക്കാൻ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. എത്രത്തോളം നമ്മുടെ സ്വപുരുഷാർത്ഥത്തിലൂടെയുള്ള സമ്പാദ്യം വേസ്റ്റ് ആകാതിരിക്കുന്നോ അത്രത്തോളം നമ്മുടെ സമ്പാദ്യത്തിൻ്റെ കണക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. दूसरा खाता जो सेवा द्वारा पुण्य का खाता जमा करना है, ये कहाँ काम आएगा? രണ്ടാമത്തെ കണക്ക് സേവയിലൂടെ പുണ്യത്തിൻ്റെ കണക്ക് സംഭരിക്കണം. ഇതെവിടെയാണ് നമുക്ക് ഉപയോഗം വരിക? ये पुण्य का खाता द्वापर और कलयुग के एक एक जन्म को फाइनलाइज करेगा. ഈ പുണ്യത്തിൻ്റെ കണക്കാണ് ദ്വാപരയുഗത്തിൻ്റെയും കലിയുഗത്തിലും ഓരോരോ ജന്മത്തിനെ നമുക്ക് 63 जन्म हमारा पुण्य के खाते से चलता है. 63 ജന്മം പുണ്യത്തിൻ്റെ കണക്കിലൂടെയാണ് നടക്കുന്നത്. तो इसीलिए बाबा कहे कि 63 जन्म जिसके ऊपर चलाना हो, तो मुझे कितना सेवा करना है और पुण्य का खाता जमा करना है.
അതുകൊണ്ടാണ് ബാബ പറയുന്നത് 63 ജന്മം നമുക്ക് നടത്തണം. അപ്പം എത്രത്തോളം സേവ ചെയ്യണം, എത്രത്തോളം പുണ്യത്തിൻ്റെ കണക്ക് സംഭരിക്കണം. है ना. तभी बाबा ने कहा कि बच्चे स्व पुरुषार्थ और सेवा अंत तक चलानी है. അതുകൊണ്ടാണ് ബാബ പറയുന്നത് സ്വപുരുഷാർത്ഥവും സേവയും അന്തിമം വരെ നമ്മൾ നടത്തണം. क्योंकि सेवा जो करते हैं उससे सतयुग त्रेता के जन्म में नहीं काम आना है. सेवा जो कर रहे हैं द्वापर कलयुग के जन्मों को फाइनलाइज कर रहा है. वो क्वालिटी സേവ എന്താണോ ചെയ്യുന്നത് അത് സത്യയുഗ ത്രേതായുഗത്തിലേക്കല്ല, ദ്വാപര കലിയുഗത്തിലെ നമ്മുടെ ജന്മങ്ങളുടെ ക്വാളിറ്റിയാണ് അതിലൂടെ നിശ്ചയിക്കുന്നത്. जैसे बाबा कई बार बच्चों को मिसाल देते हैं मुरली में कि बच्चे जैसे कोई हॉस्पिटल दान करता है हॉस्पिटल में तो दूसरे जन्म में उसकी हेल्थ अच्छी होती है, कोई स्कूलों में दान करता है तो बुद्धि अच्छी होती है. तो ये जो दान किया हुआ है ये सतयुग के लिए नहीं है, ये द्वापर कलयुग के जन्मों को फाइनलाइज करती है. जिस फील्ड में हमने किया उस फील्ड में हमारे वो चीज़ अच्छी हमें प्राप्त होगी द्वापर कलयुग में. ബാബ മുരളിയിൽ പറയാറില്ലേ, കുട്ടികളെ നിങ്ങൾ ഹോസ്പിറ്റൽ തുറന്നു കൊടുത്താൽ നല്ല ആരോഗ്യം ഉണ്ടാകും, ഈ ജന്മം ചെയ്താൽ അടുത്ത ജന്മം കിട്ടും. സംഗമയുഗത്തിൽ എന്താണോ നിങ്ങൾ സേവയിലൂടെ ചെയ്യുന്നത് അത് സത്യയുഗ ത്രേതായുഗത്തിലേക്കല്ല, ദ്വാപര കലിയുഗത്തിലേക്കുള്ള ജന്മത്തിന് വേണ്ട സമ്പാദ്യമാണ് സേവയിലൂടെ നമ്മൾ സംഭരിക്കുന്ന പുണ്യം. नहीं तो अगर बाबा के घर में गरीब होते हैं, अगर वो ज़्यादा धन से सेवा नहीं कर सकते तो क्या सतयुग में अच्छा पद नहीं मिलेगा? मिलेगा, क्योंकि वो स्वपुरुषार्थ से निर्धारित है. अमृत वेले से रात्रि तक आज्ञाकारी, ईमानदार, वफादार, फरमानवरदार कितना रहा उससे सतयुग के जन्मों को फाइनलाइज, कितना ऑनेस्टी से हम चले बाबा के साथ, हमारी ऑनेस्टी कितनी, तो वो सतयुग त्रेता के जन्मों को फाइनलाइज करेगी. लेकिन ये जो सेवा करते हैं मनसा वाचा कर्मणा, ये द्वापर से लेकर कलयुग तक के 63 जन्म की क्वालिटी को फाइनल करेगा. ഇല്ലെങ്കിൽ പാവപ്പെട്ടായ കുട്ടികളുണ്ടാവുമല്ലോ, അവർക്ക് ധനസേവ അധികം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് സത്യത്തിൽ എന്തായിരിക്കും പ്രാപ്തി ഉണ്ടാകുക? അതുകൊണ്ട് അതല്ല, സ്വപുരുഷാർത്ഥത്തിലൂടെയാണ് സത്യയുഗ ത്രേതായുഗത്തിൽ നമ്മൾ നമ്മുടെ പദവി നിശ്ചയിക്കുന്നത്. ബാക്കി നമ്മൾ ചെയ്യുന്ന സേവയൊക്കെ തന്നെ അല്ലെങ്കിൽ പുണ്യകർമ്മങ്ങളൊക്കെ തന്നെ ദ്വാപര കലിയുഗത്തിൽ നമ്മുടെ ജന്മത്തിനെയാണ് നിശ്ചയിക്കുന്നത്, അതിലേക്കാണ് സംഭരിക്കപ്പെടുന്നത്. इसीलिए बाबा कई बार हिसाब बताते हैं, गरीब का 1 रुपया, शाहूकार का 1000 रुपया, दोनों बराबर है. क्यों? क्योंकि बाबा कहे कि यहाँ जो हमने किया पाई पाई जमा जैसे करते जाते सेवा के अंदर जो हमने जमा किया, कई आत्माओं की सेवा उससे हुई, तो वो जो पुण्य हमारा जमा हुआ वो पुण्य हमें वो द्वापर कलयुग के एक एक जन्म को फाइनल, क्योंकि द्वापर कलयुग दान पुण्य के आधार पर ही चलता है. അതുകൊണ്ടാണ് ബാബ പറയാറില്ലേ, പാവങ്ങളുടെ 1 രൂപയും പണക്കാരുടെ 1000 രൂപയും തുല്യമാണെന്ന്. അതിൻ്റെ രഹസ്യം എന്താണ്? ഇവിടെ പാവങ്ങൾ കൊടുക്കുന്ന ഓരോരോ രൂപയിലൂടെ അനേക ആത്മാക്കളുടെ പുണ്യം ഉണ്ടാകുമ്പോൾ ആ പുണ്യകർമ്മം അവർക്ക് സത്യയുഗത്തിൽ ഫലമായി ദ്വാപരയുഗത്തിലും കലിയുഗത്തിലും പുണ്യമായിട്ട് കിട്ടും. കാരണം ദ്വാപര കലിയുഗം എന്ന് പറയുന്നത് ദാനപുണ്യത്തിൻ്റെ ആധാരത്തിൽ സുഖം അനുഭവിക്കേണ്ട സമയമാണ് ദ്വാപര കലിയുഗം. तो जो संस्कार ऐसे होंगे वो वहाँ जाकर के भी द्वापर कलयुग में भी जो हम दान करते जाते हैं तो उससे भी थोड़ा बहुत जमा होता है, लेकिन वो संस्कार भी हम यहाँ से डेवलप करते हैं जो आत्मा में संचित रूप में चले जाते हैं. ആ സംസ്കാരം അവിടെയും ദ്വാപര കലിയുഗത്തിലും നമ്മൾ അല്പാൽപ്പം ദാനം ചെയ്യും, അതിൻ്റെ പുണ്യം നമ്മളിൽ വരും. ആ സംസ്കാരം നിറയ്ക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നമ്മൾ ആത്മാവിൽ സഞ്ചിത കർമ്മത്തിൻ്റെ രൂപത്തിൽ ആ ദാനം ചെയ്യുന്ന സംസ്കാരം ഇവിടെ നിറയ്ക്കും. അപ്പോഴാണ് അവിടെയും നമുക്കത് ഉദിക്കുള്ളൂ. तभी बाबा हमें कई बार कहते हैं, बच्चे दाता को क्या देंगे आप? दाता है शिव बाबा, दाता है, उसको क्या देंगे आप खुद के लिए कर रहे हैं. അതുകൊണ്ടാണ് പലപ്പോഴും ശിവബാബ പറയുന്നത്, ഞാൻ ദാതാവാണ് മക്കളെ, എനിക്ക് നിങ്ങൾ എന്താ നൽകുന്നത്? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അവനവന് വേണ്ടിയിട്ടാണ് നൽകുന്നത്. सतयुग के जो
धन धान्य से संपन्नता होगी, वो धन दान करने से नहीं हुई है। ज्ञान धन, खुशी का धन, ये जो सूक्ष्म धन जितना दान करते वो पुरुषार्थ में गिना जाता है। जो हमारे सतयुग के रत्न जड़ित महल जो हमें बनाएंगे, तो ये स्थूल धन के हिसाब से नहीं है, ज्ञान धन के हिसाब से, खुशी का धन, ये जो सूक्ष्म धन बाबा ने दिए हैं, जितना उसको बांटते जाते हैं। तो इसीलिए बाबा कहते हैं जितने ज्ञान रत्न का दान करेंगे उतना वहाँ रत्नों के उसमें खेलेंगे, उतनी रत्नों की थालियां भर भर करके मिलेगी। तो ये स्थूल दान की बात नहीं, स्थूल दान जो हम करते हैं द्वापर कलयुग में काम आता है। അതുകൊണ്ടാണ് ബാബ പറയുന്നത് നമ്മളോട് എത്രത്തോളം ജ്ഞാനദാനം ചെയ്യുന്നു, സന്തോഷം ദാനം ചെയ്യുന്നു, അതിൻ്റെ ആധാരത്തിലാണ് സത്യത്തിൽ നമ്മുടെ കൊട്ടാരം ഉണ്ടാകുന്നത്. അല്ലാതെ ഇവിടെ ധനദാനം ചെയ്യുന്നതിലൂടെയോ ദാനങ്ങളിലൂടെ അല്ല. ധനദാനം സ്ഥൂലദാനത്തിലൂടെ കിട്ടുന്നത് ദ്വാപര കലിയുഗത്തിലാണ്. ഇവിടെ ബാബ നമുക്ക് തരുന്ന ജ്ഞാനം എത്ര മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നു, സന്തോഷത്തിൽ ദാനം ചെയ്യുന്നു, അതാണ് സത്യയുഗത്തിലെ കൊട്ടാരത്തിൻ്റെ രത്നങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. और फिर जो किसी को सुख दिया और उस सुख के द्वारा उस आत्मा की दुआएं प्राप्त हुई, ये दुआओं का खाता जो जमा कर रहे हैं वो कहाँ काम आएगा? അതുപോലെ ഏതെങ്കിലും ഒരു ആത്മാവിന് നിങ്ങൾ സുഖം കൊടുത്തു, സുഖത്തിൻ്റെ ആധാരത്തിൽ നമുക്ക് വരുന്ന ആശീർവാദം, ആശീർവാദത്തിൻ്റെ കണക്കും അതും എവിടെയാണ് നമുക്ക് ഉപയോഗം വരിക? नहीं, द्वापर कलयुग में पुण्य के खाते से चलेगा, लेकिन जो दुआओं का खाता है ये संगम पर काम आता है। और संगम में भी अंतिम पेपर के समय काम आता है। ആശീർവാദത്തിൻ്റെ കണക്ക് ദ്വാപര കലിയുഗത്തിലല്ല, സംഗമയുഗത്തിലാണ്. സംഗമയുഗത്തിലും അന്തിമ പരീക്ഷ എഴുതുമ്പോഴാണ് അത് നിങ്ങൾക്ക് സഹായമായി വരുന്നത്. अंतिम समय में जब बाबा कहते चारों ओर से पेपर एक साथ आएंगे, प्रकृति से भी आएगा, संस्कारों का भी आएगा, तो परिस्थितियों का भी आएगा, समस्याओं का भी आएगा, तो इविल स्पिरिट्स का भी आएगा। तो ऐसे समय पर अगर सहजता से उन पेपरों को क्रॉस करना है तो दुआओं का खाता बहुत जमा होना चाहिए. അന്തിമ സമയത്ത് നാല് വശത്തുനിന്നും പരീക്ഷ വരുമ്പോൾ പരിസ്ഥിതികൾ ഉണ്ടാകാം, സംസ്കാരം ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം, സിറ്റുവേഷൻസ് ആകാം, പല രീതിയിലും നമ്മൾക്ക് ഫേസ് ചെയ്യുന്ന സമയത്ത് അതിനെ സഹജമായി കടന്നു പോകണമെങ്കിൽ ഇപ്പോൾ നമ്മൾ സമ്പാദിച്ചു വെച്ച സമ്പാദ്യം, ആശീർവാദത്തിൻ്റെ സമ്പാദ്യമാണ് എളുപ്പമായി കടന്നു പോകാൻ നമ്മളെ സഹായിക്കുക. अंतिम समय 8 और से पेपर, तो 8 और से कौन से पेपर आएंगे? तो एक पहला पेपर तो खुद से कौन सा पेपर आएगा? अपने ही स्वभाव संस्कार उछल खाएगा, है ना, ये पहला पेपर. दूसरा पेपर जो व्यर्थ का पेपर चलेगा, वो भी खुद से ये 2 पेपर है. तीसरा पेपर परिस्थितियों से, समस्याओं से, है ना, 4 पेपर हो गया. फिर संबंधों से, संबंधों का बंधन अगर तोड़ा नहीं है, नष्टो मोहा नहीं हुए हैं, तो वो संबंधों का जो बंधन है वो भी बहुत कड़े रूप से सामने आएगा. അവസാന സമയത്ത് നമുക്ക് 8 പരീക്ഷകൾ കൊടുക്കണം. ആ 8 പരീക്ഷകളെയും പാസ്സാവണമെങ്കിൽ നമുക്ക് ഈ ആശീർവാദത്തിൻ്റെ കണക്ക് സപ്പോർട്ട് വേണം. അതിൽ ഒന്നാമത്തെ പരീക്ഷ വരുന്നത് എപ്പോഴാണ്? അവനവൻ്റെ കയ്യിൽ നിന്നാണ്. അവനവൻ്റെ സ്വന്തം നമ്മളുടെ സ്വഭാവ സംസ്കാരങ്ങൾ നമുക്ക് യുദ്ധം ചെയ്യും. രണ്ടാമത്തെ പരീക്ഷ എന്ന് പറയുന്നത് വ്യർത്ഥതകളുടെ പരീക്ഷയാണ്. വ്യർത്ഥതകൾ നമ്മളോട് യുദ്ധം ചെയ്യും. മൂന്നാമത്തെ പരീക്ഷ എന്ന് പറയുന്നത് സംബന്ധ സമ്പർക്കങ്ങളിൽ നിന്ന്. സംബന്ധ സമ്പർക്കം അല്ലേ, പരിതസ്ഥിതികളാണ് മൂന്നാമത്തെ പരീക്ഷ, ചുറ്റുപാടിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ. നാലാമത്തെ പരീക്ഷ സമസ്യകളും പരിതസ്ഥിതികളും. നാലാമത്തെ എന്ന് പറയുന്നത് സംബന്ധ സമ്പർക്കത്തിലാണ്. എത്രത്തോളം നമ്മൾ മോഹത്തിലൂടെ ഇന്ന് മുക്തായിട്ടുണ്ടോ മോഹത്തിന്ന്, അത്രയും നമുക്കത് വിജയിക്കാനായിട്ട് സാധിക്കും. संबंध में भी 2 पेपर है. एक संबंध हमारा
परिवार के साथ का मोह से रिलेटेड या जिस तरह से हमारे कार्मिक अकाउंट्स है उसको लेकर के जो पेपर आएंगे वो, और दूसरा संबंध हमारा इविल स्पिरिट्स से है ना। तो जो आत्मा कमजोर होंगी तो वो आत्माएं भी इविल स्पिरिट्स भी देखेंगी तो अटैक तो करेगी ना। इसलिए बाबा कहते जमा का कांदा भरपूर होगा तो वो शक्तिशाली आत्मा को वो कभी अटैक नहीं करेगी। സംബന്ധങ്ങളുടെ പ്രശ്നം എന്ന് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് നമ്മുടെ കാർമിക് അക്കൗണ്ട് കൊണ്ടുള്ള നമ്മുടെ ചുറ്റുപാടുള്ള ദേഹത്തിൻ്റെ സംബന്ധങ്ങൾ, മറ്റൊന്ന് ഈവിൾ സ്പിരിറ്റ് എന്താണോ ആ ആത്മാക്കൾ നമ്മളോട് യുദ്ധം ചെയ്യും. ആരാണ് ദുർബലാണെന്ന് കാണുന്നത് ആ ആത്മാക്കളിലേക്ക് ഈ ഈവിൾ സ്പിരിറ്റ് ആയിരിക്കുന്ന ആത്മാക്കളും കയറി യുദ്ധത്തിന് വരും. और 7वां और 8वां पेपर प्रकृति का पेपर होगा, जो चारों ओर से एक साथ प्रकृति के सभी तत्व हलचल में जब आएंगे तो वो हलचल जो क्रिएट करेगी उसमें जैसे भाई व्यक्ति सुनामी आई सब कुछ बह के चला गया या भूकंप हुआ सब खत्म हो गया, एक दिन में करोड़पति रोड़पति बन जाए, तो उस समय जो मानसिक स्थिति है कि उसको हिलनी नहीं चाहिए, तो इसीलिए प्रकृति का पेपर भी बहुत कड़ा पेपर है ना। तो इसीलिए बाबा कहे ये प्रकृति के पेपर से भी अपने आप को तैयार रखना है कि उस प्रकृति के पेपर में भी हम सहजता से पार हो जाए। दूसरा प्रकृति का पेपर जो है कि प्रकृति के पांचों तत्व को बाबा कहे योगदान देते हुए, सकाश देते हुए उनको दासी बनाना है, नहीं तो वो हमारी स्थिति को हलचल में अवश्य ले आएगी। तो ये 8 पेपर हमारे सामने आने हैं। तो जब 8 तरफ से पेपर आएंगे तो उस समय कितनी दुआएं जमा हो तब ये पेपरों को सहजता से हम क्रॉस कर सकेंगे, नहीं तो वो हमारे स्थिति को अटका देंगे। 7ഉം 8ഉം പേപ്പർ എന്ന് പറയുന്നത് പഞ്ചതത്വങ്ങൾ കൊണ്ടും പ്രകൃതിയുടെ ആപത്തുകൾ കൊണ്ടുണ്ടാകുന്ന പേപ്പറുകളാണ്. നമുക്കറിയാമല്ലോ, സുനാമി വരുമ്പോൾ ഭൂകമ്പം വന്നാൽ എല്ലാം ഒഴുകിപ്പോവും. അപ്പോൾ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും? ചിലപ്പോൾ കോടിപതിയായിരിക്കും, പിറ്റേ ദിവസം റോഡുപതിയായി മാറും. ആ സമയത്തുണ്ടാകുന്ന മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതിനെ ഫേസ് ചെയ്യാനെങ്കിൽ നമുക്ക് അത്രത്തോളം ആശീർവാദത്തിൻ്റെ കണക്ക് വേണം. രണ്ടാമത് പ്രകൃതിയുടെ ആ പരീക്ഷനെ ജയിക്കാൻ വേണ്ടത് പഞ്ചതത്വങ്ങൾക്കും നമ്മൾ സകാശം കൊടുത്ത് അവരെ നമ്മുടെ ദാസിയാക്കി മാറ്റണം. ഇല്ലെങ്കിൽ അവർ നമ്മളെ ഒരുപാട് ഉപദ്രവിക്കും, ബുദ്ധിമുട്ടിക്കും. അതുകൊണ്ട് പഞ്ചതത്വങ്ങളെയും ദാസിയാക്കി മാറ്റണം. ആ അന്തിമ സമയത്തുണ്ടാകുന്ന കോളിളക്കങ്ങളിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ അത്രയ്ക്കധികം ആശീർവാദത്തിൻ്റെ കണക്ക് നമ്മൾ സംഭരിച്ചിട്ടുണ്ടായിരിക്കണം. तो ये 8 पेपर स्पष्ट हुआ. पहला पेपर खुद के संस्कार और जो व्यर्थ संकल्प कहो या कोई भी कर्मेंद्रिय की चंचलता. ഒന്നാമത്തത് സ്വന്തം സംസ്കാരം, രണ്ടാമത്തത് വ്യർത്ഥ സങ്കല്പങ്ങൾ കൊണ്ട് ഏതെങ്കിലും നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ മൂലം ഉണ്ടാകുന്ന ചഞ്ചലത. तीसरा और चौथा परिस्थिति और समस्या. एक परिस्थिति आएगी, दूसरा समस्याएं. മൂന്നാമത്തെയും നാലാമത്തെയും എന്ന് പറയുന്നത് ഒന്ന് പരിതസ്ഥിതികൾ, മറ്റൊന്ന് പ്രശ്നങ്ങൾ, है ना. चाहे वो परिस्थिति किसी के तरफ से भी आए, चाहे गवर्नमेंट के तरफ से आए, जैसे आज दुनिया में देखते रेड पड़ती है, कुछ भी होता है, या चोर डाकू लूट जाते, परिस्थिति है ना, ये तो होनी ही है. अंतिम समय में बाबा ने कहा है कि लोग लूटने के लिए भी आएंगे, तो हमें कितने मजबूत और पावरफुल बनने की आवश्यकता है. तो परिस्थिति और समस्याएं, है ना, ये 4 पेपर. फिर 5वां और 6ठा संबंधों में, उसमें एक संबंध हमारे मित्र संबंधी या ब्राह्मणों के साथ का हमारा संबंध. एक ही सेंटर के हम स्टूडेंट क्यों बने हैं? क्यों बने? कोई कहाँ से दूसरी जगह से आकर के वहाँ बसता है,
कोई कहाँ से, नॉर्थ से, साउथ से आकर के वहाँ बसता है, बाबा के घर में आता है, और उनके साथ भी हमारा कोई जन्म का हिसाब किताब लेन देन होगा कि नहीं होगा, तभी तो इकट्ठे हुए। तो उसमें भी स्वभाव संस्कारों की टक्कर हो सकती है। तो खाली लौकिक परिवार नहीं, अलौकिक परिवार, तो लौकिक अलौकिक परिवार का संबंध पेपर बन सकता है ना। और दूसरा संबंध वो इविल आत्मा है जो देखेगी जो कमजोर है उसके ऊपर अटैक करेगी। और हाँ, മൂന്നും നാലും എന്നുള്ളത് പരിതസ്ഥിതികൾ. പരിതസ്ഥിതി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഗവൺമെൻറ് നിയമങ്ങൾ കൊണ്ടാകാം, ജീവിക്കാൻ പറ്റാത്ത ദുസ്സഹമായ സാഹചര്യങ്ങളാകാം, പല സിറ്റുവേഷൻസും വരാം. ഏത് സിറ്റുവേഷൻ കൊണ്ടാണെങ്കിലും നമ്മൾ വീർപ്പുമുട്ടുന്ന അവസ്ഥയിലേക്ക് നമ്മളെ തള്ളിവിടുന്ന പ്രശ്നങ്ങളും പരിതസ്ഥിതികളും ചേർന്നതാണ് 3ഉം 4ഉം പേപ്പർ എന്ന് പറയുന്നത്. ഇനി 5ഉം 6ഉം പേപ്പർ എന്ന് പറയുന്നത് സംബന്ധത്തിൻ്റെ ആധാരത്തിലാണ്. സംബന്ധത്തിലെന്ന് പറയുമ്പോൾ കേവലം ലൗകിക സംബന്ധം മാത്രം ആയിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ഈശ്വരീയ ബ്രാഹ്മണ കുടുംബത്തിലുണ്ടാകുന്ന സംബന്ധങ്ങളിൽ നമുക്ക് പ്രശ്നം ഉണ്ടാകാം. കാരണം ഇവിടെയും നമ്മൾ ജന്മജന്മത്തിൻ്റെ കണക്കുള്ളത് കൊണ്ടല്ലേ പല പല നാടുകളിൽ നിന്ന് ഒന്നിച്ചു വന്ന് ഒരു സ്ഥലത്തെ ഒരു സെൻറ്ററിലെ സ്റ്റുഡൻ്റായി മാറുന്നു. അപ്പോൾ അവിടെയും നമുക്ക് കർമ്മ കണക്കുള്ളത് കൊണ്ടാണ് ഇവിടെ നമ്മൾ ഒന്നിച്ചു ചേരുന്നത്. ഇവിടെയും നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാം. പിന്നെ ഈവിൾ സോൾസ് അവരും നമുക്ക് കണക്കുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വീക്കായിരിക്കുമ്പോൾ അവരായിട്ടും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. और जैसे कहा लास्ट में, प्रकृति के 5 तत्वों की हलचल एक साथ में होगी. बारिश में भूकंप भी आएगा, और देखा जाता है जब भूकंप आता है तो बारिश भी आती है, बिजली भी कड़कता है. सब चला गया और बाहर खड़े हैं तो बिजली गिर रही है, बारिश आ रही है तेज. हाँ, अभी हुआ दीदी केरला में. हाँ, केरला में हुआ ना. तो एक साथ में सभी तत्व इकट्ठे आ जाते हैं. तो उस समय जो हलचल प्रकृति की है, तो ऐसे समय पर प्रकृति को शांत करना, तो मेरी स्थिति इतनी पावरफुल होंगी तभी तो शांत करेंगे ना. तो कितनी दुआओं की शक्ति जमा होनी चाहिए तब हम कर सकेंगे ये. जैसे मान लो कई बार हम लोग सुनते हैं कि कोई व्यक्ति जा रहे हैं रास्ते पर, बहुत जबरदस्त एक्सीडेंट होता है. एक्सीडेंट में गाड़ी खत्म हो जाती है, लोग देखने वाले कहेंगे इसमें कोई नहीं बचा होगा. लेकिन इतना बड़ा एक्सीडेंट के बाद भी जो अंदर बैठे थे उसको एक खरोच तक नहीं आती है और सही सलामत बाहर निकल आते हैं. तो उस समय क्या कहते, दुआओं की शक्ति ने बचाया, है ना. तो जीवन के अंदर हर परिस्थिति से अगर बचना है उतनी दुआओं की शक्ति जमा करते जाओ. ये संगम युग में ही काम आएगा. ये सतयुग त्रेता में दुआओं की शक्ति नहीं चाहिए, द्वापर कलयुग में भी नहीं है, क्योंकि इतनी बुराई नहीं थी. बाबा कहते हैं ना 3 हिस्सा सुख ही था, तो वहां भी जरूरत नहीं है दुआओं की शक्ति. दुआओं की शक्ति ये अंतिम समय के 8 पेपर को क्रॉस करने, और वो भी सेफली, खरोच तक ना आए, हमें कोई इफेक्ट ना आए, ऐसे समय में वो काम, तब वो दुआओं की शक्ति काम करती है. അപ്പോൾ അവസാനത്തെ 7ഉം 8ഉം പേപ്പർ പ്രകൃതിയുടെ പഞ്ചതത്വങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നം. നേരത്തെ പറഞ്ഞ പോലെ കരോടുപതി റോഡുപതി ആകുന്ന സിറ്റുവേഷൻ. 5 തത്വങ്ങളും ഒരേ സമയം കനത്ത മഴ, ഭൂകമ്പം, അഗ്നിബാധ എല്ലാം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു സങ്കല്പം കൊണ്ട് അതിനെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, അതിനെ ശാന്തമാക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എത്രത്തോളം ആശീർവാദത്തിൻ്റെ കണക്ക് വേണം. ഈ സംഗമയുഗത്തിലാണ് നമുക്ക് ഏറ്റവും ആവശ്യം. ഉദാഹരണം പറഞ്ഞു തരാണ്. ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. വണ്ടി കണ്ട ആളുകൾ പറയും ഇതിനുള്ള ഒരാൾ പോലും രക്ഷപ്പെട്ടിട്ടില്ല എന്ന്. പക്ഷേ ഒരു ചെറിയ പോറൽ പോലും ഏൽക്കാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്ത് വരുമ്പോൾ എല്ലാവരും പറയും ഇത് ആശീർവാദത്തിൻ്റെ കണക്ക് തന്നെയാണ്, വലിയ ആശീർവാദം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന്. അതുകൊണ്ട് ദ്വാപര കലിയുഗത്തിൽ നമുക്ക് അവിടെയും നമുക്ക് 3/4 ഭാഗം സുഖന്നല്ലേ ബാബ പറഞ്ഞേ, അവിടെയും നമുക്ക് ആശീർവാദത്തിൻ്റെ കണക്ക് ഇപ്പോഴത്തെ ആവശ്യമില്ല. പക്ഷെ സംഗമയുഗത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ആശീർവാദത്തിൻ്റെ കണക്ക് അത്രയ്ക്കധികം ആവശ്യമാണ്. तो इसीलिए बाबा जो कहते हैं कि मेरे को दादी जानकी की ये बात याद आती है. दादी जानकी हमेशा कहती है कि सीज़न में, जैसे एक किसान होता है सीज़न में बीज बोता है तो उसका रिटर्न कई गुना उसको प्राप्त हो जाता है.
सीजन बीत जाने के बाद अगर बोएगा भी कोई फायदा नहीं, कोई प्राप्ति नहीं है। तो रिटर्न अगर चाहिए आपको तो उतना सीजन के समय बीज बोलो। और ये सीजन है, जितना दुआएं दे सको, शुभ भावना, शुभ कामना, गुड वाइब्रेशन, जितना मनसा हमारी सकाश देने वाली हो, दूसरों को देने की भावना हो, उतना दुआएं जमा हो जाती है। जितना देते जाओ जमा होता जाएगा खाता हमारा। इसीलिए बड़ी दिल, फ्राक दिल है ना, बेहद की दिल देते जाओ। ये नहीं कि इसको मैं दुआएं क्यों दूं। दादी ने कहा जितना दुआएं देंगे वो दुआएं पदम गुना होकर के वापस लौटेगी, रिटर्न होगी हमारे पास ही। तो दुआएं देना, दुआओं को प्राप्त करना। इसीलिए दूसरे को जब सुख देने का काम कर सकते, जितना किसी को सुख दिया, दुआएं प्राप्त, दुआओं की वर्षा होने लगती है। ഈ ആശീർവാദത്തിൻ്റെ കാര്യം പറയുമ്പോൾ ജാനകിദാദി പറഞ്ഞൊരു കാര്യം ഓർമ്മ വരികയാണ്. ജാനകിദാദി പറയുകയാണ്, ഇത് സീസണാണ്. കൃഷിക്കാരെങ്ങനെയാണോ സീസൺ ആകുമ്പോൾ അവർ വിത്ത് വിതയ്ക്കുന്നതും പണിയുന്നതും കണ്ടിട്ടില്ലേ, അതേപോലെ ആശീർവാദം സമ്പാദിക്കേണ്ട സീസണാണ്. എത്ര വേണോ നിങ്ങൾക്ക് സമ്പാദിക്കാം. പക്ഷേ സീസൺ കഴിഞ്ഞതിന് ശേഷം വിത്ത് വിതച്ചാലും കൃഷി ചെയ്യാൻ പോയാലും ഫലം കിട്ടില്ല. ഇപ്പോഴാണ് നമുക്ക് എത്രയ്ക്ക് വേണോ അത്രയ്ക്ക് തന്നെ, എത്രയ്ക്ക് സമ്പാദ്യം വേണോ ആശീർവാദത്തിൻ്റെ കണക്കിന് നമ്മൾ സമ്പാദിക്കാൻ. ആശീർവാദം കൊടുക്കണമെങ്കിൽ നമുക്ക് വലിയ മനസ്സ് വേണം, തുറന്ന മനസ്സ് വേണം, പരിധിയില്ലാത്ത മനസ്സ് വേണം. ഞാൻ ഇവർക്ക് എന്തിനാ ആശീർവാദം കൊടുക്കുന്നത്, അങ്ങനെ ചിന്തിക്കരുത്. എത്ര ആർക്കാണെങ്കിലും നമ്മൾ കൊടുത്തോണ്ടേയിരിക്കുക. കൊടുക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അത് 1000 മടങ്ങായിട്ട് ആശീർവാദം നമ്മളിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ട് ഈ സംഗമയുഗം ആശീർവാദം നിറയ്ക്കാനുള്ള സമയമാണ്. तो इसीलिए आज की दुनिया में कितना रिसर्च हो रहा है पावर ऑफ वाइब्रेशंस पर, कि आप जो सोचते हैं, जैसा सोचते हैं, हर चीज पर उसका इफेक्ट आ रहा है। हर चीज पर, आपकी अपनी जीवन की क्वालिटी के ऊपर भी उसका इफेक्ट आ रहा है। और जितना इसीलिए गुड वाइब्रेशंस, गुड फीलिंग्स, पॉजिटिव वाइब्रेशंस हम मनुष्य आत्माओं के प्रति, प्रकृति के प्रति, हर स्थूल चीज़ों के प्रति जितनी पॉजिटिव वाइब्रेशंस को जनरेट करते जाएंगे, ये संस्कार बनने लगेगा। और ये संस्कार अंतिम समय में भी हमें हलचल में नहीं आने देगा, अचल रखेगा, है ना। बाकी आप सोचेंगे अंतिम समय हम अच्छे वाइब्रेशन करेंगे, सकाश देंगे, ये नहीं होगा। उस समय शिकार बन जाएंगे। इसलिए पहले से इतना बैंक बैलेंस हमारे पास जमा होना चाहिए, तो उस समय वो काम करेगा। और मक्खन से बाल, हर परिस्थिति में से भी, हर पेपर से मक्खन से बाल की तरह बाहर आ जाएंगे, अनअफेक्टेड। അതിന് ഈ സമയത്ത് പവർ ഓഫ് വൈബ്രേഷനെ കുറിച്ച്, വൈബ്രേഷൻ്റെ ശക്തിയെക്കുറിച്ച് ഒരുപാട് റിസർച്ച്, ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുഡ് ഫീലിംഗ്, പോസിറ്റീവ് തോട്ട്സ്, ഒരു വൈബ്രേഷൻ വരുമ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സ്റ്റൈലുകളിലുണ്ടാകുന്ന, ജീവിതത്തിൻ്റെ ക്വാളിറ്റിയിലുണ്ടാകുന്ന പ്രഭാവം, പ്രകൃതിയിലുണ്ടാകുന്ന പ്രഭാവം, വസ്തുക്കളിലുണ്ടാകുന്ന പ്രഭാവം, അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരുപാട് റിസർച്ച് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് അന്തിമ സമയത്ത് നമ്മൾ എല്ലാവർക്കും സകാശ് കൊടുക്കാം, ശുഭ വൈബ്രേഷൻ കൊടുക്കാം, അങ്ങനെ നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് സാധ്യമല്ല. അപ്പം സമയത്ത് നമ്മൾ സാഹചര്യത്തിൻ്റെ ഇരയായി മാറും. അതിനാൽ നമ്മൾ വേട്ടയാടപ്പെടും. പക്ഷെ ഇപ്പോൾ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അന്തിമ സമയത്ത് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. कल ही मेरे को किसी ने भेजा एक वीडियो जिसमें दिखा कि ब्रह्मा कुमारी इसके कोई प्रोग्राम में वहाँ माउंट आबू में आए, ये रूरल डेवलपमेंट के, तो वहाँ पर जो उनको बताया कि हम यौगिक खेती करते, वाइब्रेशंस, वो सीड को भी वाइब्रेशन देते हैं बोने से पहले, फिर वो खेत को भी वाइब्रेशन देते हैं। ये जब सुना तो उसने सोचा कि मैं प्रयोग करता हूँ। तो उसने अपने बच्चों को,
कुछ बच्चे थे उसके पास में, उसको कहा कि चलो हम लोग भी पॉजिटिव वाइब्रेशन दे करके करते, ये क्रॉप बहुत अच्छा होगा, ये होगा, वो होगा, बहुत अच्छे अच्छे वाइब्रेशन दिए, हाँ बारिश बहुत अच्छी होंगी, फलीभूत होगा। तो एक बीज के जो है वो वाइब्रेशन वाले दूसरे ऐसे ही डाल दिए। तो खाली स्थूल वाइब्रेशंस देने से भी, पॉजिटिव वाइब्रेशंस कहा इतना डिफरेंस आया क्रॉप में उनके, तो हमको ये महसूस हुआ कि शायद अचानक हो गया होगा। दूसरी बार फिर ट्राई किया तो और अच्छा हुआ, तो कहा नहीं वाइब्रेशन वर्क कर रहा है। तो अब दुनिया भी इस बात को स्वीकार करने लगी, वाइब्रेशन वर्क करता है। हमारे एक एक शब्द वातावरण के अंदर वो क्रिएट करता है। इसीलिए हमें अपने थॉट्स के ऊपर कितना ध्यान देना चाहिए, क्योंकि उतना ही रिटर्न होकर के मेरे पास आना है ना। तो रिटर्न जर्नी के लिए कितना रिटर्न होकर के वापस आएगा हमारे पास, और जितना रिटर्न होकर के वापस हमारे पास आए और उसमें अगर मक्खन के से बाल की तरह सहजता से शरीर छोड़ करके चले गए तो जमा का खाता भरपूर। तो इसीलिए कहा दुआओं का खाता अंतिम समय के पेपरों में हमें सहजता से पार होने के लिए काम करेगा। ഇവിടെ ദീദിയുടെ അടുത്ത് നമ്മൾ ബ്രഹ്മകുമാരീസിൻ്റെ യോഗി ഖേത്തിയെക്കുറിച്ച് കേട്ടിട്ട് ആരും അതിനെക്കുറിച്ച് പ്രാക്ടീസിൻ്റെ വീഡിയോ അയച്ചിരുന്നു. അത്രേ ഒരു അദ്ദേഹത്തിൻ്റെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അവർ പറഞ്ഞു നമ്മളിങ്ങനെ യോഗി ഖേത്തിയെക്കുറിച്ചൊക്കെ കേട്ടപ്പോൾ ഇതേ കാര്യം തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലോ. वो बाबा को याद नहीं करते, खाली पॉजिटिव थॉट्स, बहुत अच्छा सीड है, बहुत अच्छा प्लांट्स होगा, बहुत अच्छा क्रॉप होगा, यही पॉजिटिव थॉट्स किया बस। അവർ ചെയ്ത ഗവേഷണ റിസർച്ച് ഇങ്ങനെയായിരുന്നു. ബാബയൊന്നും ഓർമ്മിച്ചിട്ടില്ല, പക്ഷേ അവർ നല്ല പോസിറ്റീവ് തോട്ട്സ്, ഇത് നല്ല വിളവുണ്ടാവും, മഴ പാകത്തിനുണ്ടാകും, നന്നായി വളരും, നല്ല വിളവ് തരും, അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് കുറച്ച് വിത്ത് നട്ടു. മറ്റൊന്ന് സാധാരണമായിട്ട് നട്ടു. പക്ഷേ ഒന്ന് എന്താണോ പോസിറ്റീവ് തോട്ട്സ് കൊടുത്ത് വളരെയധികം ഫലമായി. അപ്പോൾ അവർ വിചാരിച്ചു ഇതൊരു പക്ഷേ ആക്സിഡൻ്റിലായിരിക്കും. പിന്നെ വീണ്ടും രണ്ടാമത് അതേമാതിരി റിപ്പീറ്റ് ചെയ്തു. അപ്പോഴും വീണ്ടും ഇതേമാതിരി തന്നെ സങ്കല്പം നൽകി, പോസിറ്റീവ് തോട്ട്സ് നൽകിയ വിത്തുകൾ നല്ല ഫലം നൽകി, സാധാരണ സങ്കല്പം നൽകി സാധാരണയായി. അപ്പോൾ അവർ പറഞ്ഞു ശരിയാണ്, ഇത് വൈബ്രേഷൻ വർക്ക് ചെയ്യും, ഞങ്ങളിത് എക്സ്പെരിമെൻ്റ് ചെയ്തു, വിജയിച്ചു എന്ന്. അപ്പോൾ ഇങ്ങനെ എത്രത്തോളം നമ്മൾ നമ്മുടെ ശുഭസങ്കല്പങ്ങളിലൂടെ നമുക്ക് ആശീർവാദം സമ്പാദിക്കാൻ പറ്റും, അതാണ് അന്തിമ സമയത്ത് എല്ലാ പരീക്ഷകളും ജയിക്കാൻ നമുക്ക് സാധിക്കുക. നമ്മളിൽ നിന്ന് പോകുന്ന ഓരോ സങ്കല്പവും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ആ സങ്കല്പം എത്രയോ മടങ്ങായിട്ട് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പം അന്തിമ യാത്രയുടെ സമയത്ത് വെണ്ണയിൽ നിന്ന് മുടിയെടുക്കും പോലെ നമുക്ക് പോകാൻ സാധിക്കണമെങ്കിൽ നമ്മളിൽ നിന്ന് പോകുന്ന ഓരോ സങ്കല്പവും തിരിച്ചു വരുന്ന സമയത്ത് എത്ര നമുക്ക് റിട്ടേൺ വരും, അത് മുഴുവൻ ആശീർവാദത്തിൻ്റെ കണക്കാക്കിക്കൊണ്ട് കൊണ്ടുപോകാൻ സാധിക്കുമ്പോഴേ അതുപോലെ സഹജമായി നമുക്ക് അന്തിമ പരീക്ഷയെ പാസ്സാകാൻ സാധിക്കുള്ളൂ. तो इसीलिए आप खुद भी महसूस करेंगे जब आप दूसरों के लिए अच्छे वाइब्रेशंस देते हैं तो एक आत्मसंतुष्टि का अनुभव होता है। तो स्वयं स्वयं से संतुष्ट, दूसरों को दिया तो वो आत्माएं मुझे संतुष्टता का ही सर्टिफिकेट देंगी, और जब मैंने ये काम किया तो बाबा मुझसे संतुष्ट होगा कि नहीं। तो ये दुआओं वाला जो पेपर है उसमें तीनों सर्टिफिकेट सहजता से प्राप्त हो जाते हैं। അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് ശുഭഭാവന കൊടുക്കുമ്പോൾ, ആരെങ്കിലും കുറിച്ച് നല്ല വൈബ്രേഷൻ മാത്രം നമ്മൾ കൊടുത്താൽ നമുക്ക് നമ്മുടെ മനസ്സിനൊരു സംതൃപ്തി അനുഭവമാവും, അത് നമുക്ക് ആശീർവാദമാവും. രണ്ടാമത്തത് ആർക്കാണോ നമ്മൾ ഈ ശ്രേഷ്ഠ സങ്കല്പം കൊടുത്തത് അവർ സുഖം അനുഭവിക്കുമ്പോൾ അതും നമുക്ക് ആശീർവാദം തിരിച്ചു വരും. മൂന്നാമത് നമ്മളിങ്ങനെ ശുഭസങ്കല്പം കൊടുക്കുമ്പോൾ ബാബ നമുക്ക് ആശീർവാദം തരില്ലേ. അപ്പം 3 രീതിയിലുള്ള ഈ ആശീർവാദത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മളെടുക്കുക, അത് വളരെ എളുപ്പമാണ്, അത് നമ്മളെ സഹായിക്കും. तो इसीलिए रिटर्न जर्नी के लिए ये तीनों खाते भरपूर होने चाहिए, ये है तैयारी। അതുകൊണ്ട് റിട്ടേൺ ജേണിക്ക് വേണ്ടി ഈ 3 കണക്കുകളും നമ്മുടെ സമ്പന്നായിരിക്കണം, ഇതാണ് നമ്മുടെ തയ്യാറെടുപ്പ്. तो ये तीनों खाते हमारे भरपूर है, चेक करो। അതുകൊണ്ട് ഈ 3 കണക്കുകളും സമ്പന്നാണോ? और अगर नहीं है तो कहाँ नहीं है? अगर लीकेज है तो लीकेज को आज ही बंद करना है। ये भट्टी के अंदर यही दृढ़ संकल्प करके लीकेज को बंद करके जाना है।
പരിശോധിക്കൂ. അഥവാ ലീക്കേജ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ ബട്ടിയിൽ ഇവിടെ വെച്ച് തന്നെ ആ ലീക്കേജ് നിങ്ങൾ ഓട്ട അടയ്ക്കണം. അഥവാ ഇല്ല, അതിനെ ലീക്കേജ് എന്താണെന്ന് മനസ്സിലാക്കി അവിടെ ഓട്ട അടച്ച് ഇവിടെ തൊട്ട് ആശീർവാദത്തിൻ്റെ കണക്ക് സമ്പാദിക്കണം. इसीलिए बाबा कहते हैं हमें कि इस एक जन्म में हमें 84 जन्म का जमा करना है. അതുകൊണ്ടാണ് ബാബ പറഞ്ഞത് ഈ ഒരു ജന്മം കൊണ്ട് 84 ജന്മത്തേക്കുള്ളത് നമ്മൾ സമ്പാദിക്കണം. तो कितनी मेहनत करनी होगी? हाँ? थोड़ा भी आलस अलबेलापन चलेगा? हाँ? अगर आलस अलबेलेपन में रहे और बाद में रियलाइज हुआ कि अरे 84 जन्म का जमा करना था, हमें तो पता ही नहीं था. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആലസ്യവും മടിയൊക്കെ നടക്കൂ. ആലസ്യവും മടിയിൽ ഇരുന്നിട്ട് അവസാനം 84 ജന്മത്തിക്ക് ഇപ്പോഴാണോ സമ്പാദിക്കേണ്ടതെന്ന് മനസ്സിലായ അപ്പം എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് കണ്ണടയുന്നവർക്കും തട്ടി ഉണർത്തണേ. तभी बाबा कई बार कहते हैं मुरली में, अव्यक्त बाबा की मुरली हम सुनते हैं कि अभी तक बच्चे रजो तक ही पहुँचे हैं. बाबा जो कहते हैं ना पुरुषार्थ में अभी तक रजो तक ही पहुँचे हैं, माना उतना ही जमा हुआ है. सतयुग त्रेता का भी जमा बाकी है, क्योंकि आलस अलबेलेपन में आ जाते तो श्रीमत का हाथ छूटता जाता है. അതുകൊണ്ടാണ് ബാബ പലപ്പോഴും മുരളിയിൽ, അവ്യക്ത മുരളിയിൽ പറയാറുണ്ട്, കുട്ടികൾ ഇനിയും രജോ അവസ്ഥയിൽ എത്തിയിട്ടുള്ളൂ. അതായത് ദ്വാപര കലിയുഗത്തിലേക്കുള്ളതേ ആയിട്ടുള്ളൂ. സത്യയുഗ ത്രേതായുഗത്തിലേക്കുള്ളത് സമ്പാദിക്കാൻ ഇനിയും ബാക്കിയാണ്. ശ്രീമതത്തിൻ്റെ കൈ ഇടയ്ക്കിടയ്ക്ക് ലൂസായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. रजो तक क्यों पहुँचे हैं? क्योंकि सेवा में नंबर 1 है. इसीलिए द्वापर कलयुग के पार्ट को तो अच्छी तरह से हम फाइनलाइज कर रहे हैं, वो तो जमा है. लेकिन क्योंकि हम सोचते हैं बहुत सेवा किया ना, थक गए, अमृत वेला नहीं कर सके, तो गड़बड़ हमारी अमृत वेले से ही चालू. अब जिसका अमृत वेला ही खत्म हो गया तो दिन का कैसे ये होगा? कौन सी श्रीमत पालन कर पाएंगे? कौन सी श्रीमत का हाथ पकड़ करके चलेंगे? तो इसीलिए स्व पुरुषार्थ वाला जो खाता है वो अभी तक हमारा फुल जमा नहीं हुआ है. ദ്വാപര കലിയുഗം വരെയുള്ള ആശീർവാദം എന്തുകൊണ്ടാണ് രജോ വരെ എത്താൻ കാരണം എന്താ? സേവയിൽ നന്നായി ചെയ്യുന്നുണ്ട്. സേവയിൽ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ദ്വാപര കലിയുഗത്തിലേക്കുള്ളതായി, രജോ ആയി. പക്ഷേ നല്ല സേവ ചെയ്തു, ക്ഷീണിച്ചു, അതുകൊണ്ട് അമൃതവേളയ്ക്ക് ഞാൻ എണിക്കാൻ വയ്യ. അപ്പം നമ്മുടെ ആരംഭം തന്നെ നഷ്ടത്തിലായി. അപ്പം സ്വപുരുഷാർത്ഥത്തിലൂടെ വേണം സത്യയുഗ ത്രേതായി സമ്പാദിക്കാൻ. അമൃതവേളയെ മിസ്സായി കഴിഞ്ഞാൽ ബാക്കിയുള്ള പുരുഷാർത്ഥമൊക്കെ എങ്ങനെയായിരിക്കും? है ना? तो इसीलिए जो है अब रजो के बदले अब स्वपुरुषार्थ, जो खाते में कमी है उसके ऊपर विशेष अटेंशन देते हुए उसको जमा करने का हमें विशेष अटेंशन देना है. അതുകൊണ്ട് സ്വപുരുഷാർത്ഥത്തിൽ എവിടെയാണോ കുറവെന്ന് കണ്ട് എന്തിലാണോ കുറവുള്ളതിൽ അതിൽ വിശേഷ ശ്രദ്ധ കൊടുത്തുകൊണ്ട് അതിനെ സമ്പാദിക്കാൻ നമ്മൾ കൂടുതൽ പുരുഷാർത്ഥം ചെയ്യണം. क्योंकि ये तीनों खाते हमारे अपने लिए ही है, किसी और के लिए नहीं है. है ना? बाबा इसलिए कहते हैं आप मेरे लिए तो कर ही नहीं रहे, आप अपने लिए ही जमा कर रहे हो तीनों खाते. तो रिटर्न जर्नी पर अगर है तो पहले मेरा बैंक बैलेंस ये तीनों का कितना भरपूर है. दुआओं का खाता है, माना इतना मैंने सुख देने का काम किया है. हाँ? जैसे कई बार हम देखते हैं कि कई लोग सोचते हैं ठीक है ना, अब किसी को सुधरना ही नहीं है, उसके लिए अच्छे वाइब्रेशन रख के क्या करेंगे? नहीं, कोई भी आत्मा हो, कैसी भी आत्मा हो, कैसी भी संस्कार वाली हो, लेकिन बाबा का कहना क्या है कि आप उस आत्मा के प्रति भी पॉजिटिव वाइब्रेशंस दो, उनको भी मदद करो, क्योंकि आप दाता के बच्चे हैं. इसीलिए आप उनके लिए ये अवगुण नहीं देखो कि भाई उसने तो किया ही नहीं, मैं इतना करता हूँ, इसने तो किया ही नहीं. ये नहीं देखो, मेरा काम है, दाता का बच्चा देने का काम है. मुझे सुख देना है, मुझे पॉजिटिव वाइब्रेशन देना है, मुझे गुड फीलिंग्स देनी है, अच्छे संकल्प चलाना है ना? ये तो है ही ऐसा. अरे भगवान ने सिलेक्ट किया ना, और मैं रिजेक्ट करने वाली कौन होती हूँ? मैं खाली वर्तमान को देख रही, लेकिन उसका पिछले जन्म का बहुत अच्छा जमा होगा क्या मालूम, तभी तो भगवान ने सिलेक्ट किया है ना.
भगवान ने सिलेक्ट किया, माना मुझे भी एक्सेप्ट करना है. അതുകൊണ്ട് ഈ 3 സമ്പാദ്യം നമ്മൾ വളരെയധികം സമ്പാദിക്കണം. അത് നമുക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, കുട്ടികളെ നിങ്ങൾ എനിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യുന്ന ഓരോന്നും നിങ്ങൾക്ക് വേണ്ടിയുള്ളത് തന്നെയാണ്. എത്രയാണോ സമ്പാദിക്കുന്നത് അത് നമുക്ക് തന്നെയാണ്. അത് സമ്പാദിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഇങ്ങനെ വിചാരിക്കരുത്, എനിക്കിനി ആരെ ഉദ്ധരിക്കേണ്ട, ആരെക്കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ട. അല്ല, നമ്മളെ ആരുടെ കൂടെ ഇരിക്കുകയാണെങ്കിലും എല്ലാവരെക്കുറിച്ചും ശുഭം ചിന്തിക്കണം. ഞാനിവരെക്കുറിച്ച് എത്ര ചിന്തിച്ചിട്ടും കാര്യമില്ല, ഇവർ ശരിയാവില്ല, അങ്ങനെ നമ്മുടെ മനസ്സൊന്നു പോലും വരരുത്. കാരണം ഒരാളെ ഭഗവാൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരിങ്ങോട്ട് മാറിയില്ലയോ, നമ്മൾ എത്ര ശുഭഭാവന കൊടുത്തിട്ടും അവർ ഏത് രീതിയിലാണെങ്കിലും നമ്മുടെ ശുഭഭാവന കൊടുക്കുന്ന നമ്മൾ നിർത്തിവെക്കരുത്. കാരണം ഇന്ന് അവരെ ഭഗവാൻ സെലക്ട് ചെയ്തിരിക്കുന്നുവെങ്കിൽ ഇന്നത്തെ കണക്ക് കണ്ടുകൊണ്ട് നമ്മൾ പറയുന്നു അവരെ മുജ്ജന്മത്തിൻ്റെ കണക്ക് എന്താണെന്ന് നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ട് നമ്മളുടെ കണക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൊടുക്കണം, ഞാൻ കൊടുത്തുകൊണ്ടേയിരിക്കും. ദാതാവിൻ്റെ കുട്ടിയാണ് ഞാൻ. അതുകൊണ്ട് ഏതവസ്ഥയുള്ള ആൾക്കും